ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ കുർണൂൽ മേഖലയിലെ യാഗന്തി ശിവഭഗവാൻ പ്രതിജ്ഞാബദ്ധമായ ശ്രീ യാഗന്തിസ്വാമി ക്ഷേത്രത്തിന് പേരുകേട്ട ഒരു മുഖ്യധാരാ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇന്നും നമ്മുടെ സമ്പന്നമായ സംസ്കാരത്തെയും സമ്മേളനങ്ങളെയും കുറിച്ച് ക്ഷേത്രം കാര്യമായി സംസാരിക്കുന്നു. യാഗന്തിയിൽ ശിവന്റെയും പാർവതിയുടെയും പ്രതീകമാണ് അർദ്ധനാരീശ്വര. ഈ ആകർഷകമായ ഐക്കൺ ഒരു ഒറ്റക്കല്ലിൽ നിന്ന് വെട്ടിമാറ്റിയതും കാണാനുള്ള ദിവ്യത്വങ്ങളുടെ മഹത്തായ പ്രതീകവുമാണ്. എല്ലാ വർഷവും ഒക്ടോബറിലോ നവംബറിലോ വരുന്ന മഹാശിവരാത്രി ആഘോഷം സങ്കേതത്തിൽ അസാധാരണമായ പ്രൗഢിയോടെയും പ്രദർശനത്തോടെയും പ്രശംസിക്കപ്പെടുന്നു. ഉമാമഹേശ്വര ക്ഷേത്രം എന്ന പേരിലറിയപ്പെടുന്ന പുരാതനമായ ശ്രീ യാഗന്തിസ്വാമി സങ്കേതം 5ാമത്തെയും 6ാമത്തെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പല്ലവർ, ചോളർ, ചാലൂക്യർ, വിജയനഗര ഭരണാധികാരികൾ എന്നിവരുടെ പ്രതിബദ്ധതയോടെ വന്യജീവി സങ്കേതത്തിന്റെ വികസനം ഫലപ്രദമായി പൂർത്തിയാക്കി. വിജയനഗര രാജാക്കന്മാരായ ഹരിഹര, ബുക്കരായലു എന്നിവരിൽ നിന്നും ക്ഷേത്രത്തിന് നിർണായകമായ പ്രതിബദ്ധത ലഭിച്ചു. അവർ വന്യജീവി സങ്കേതത്തിലും പരിസരത്തും ശ്രദ്ധേയമായ കുറച്ച് ഘടനകളുടെ വികസനം പൂർത്തിയാക്കി. ആന്ധ്രാപ്രദേശിലെ കുർണൂലിലാണ് യാഗന്തി ക്ഷേത്രം അഥവാ ശ്രീ യാഗന്തി ഉമാമഹേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ശ്രീ യാഗന്തി ഉമാമഹേശ്വര ക്ഷേത്രം രാജകീയ രക്ഷാകർതൃത്വം ലഭിച്ച ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലൊന്നാണ്. എല്ലാ വർഷവും ശിവരാത്രി കാലത്ത് ധാരാളമായി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ശിവനെ വണങ്ങാനും എത്താറുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവതകൾ ശിവൻ, പാർവതി, നന്ദി എന്നിവയാണ്. സന്യാസി വീരബ്രഹ്മേന്ദ്ര സ്വാമികൾ ഈ പുണ്യസ്ഥലത്ത് അഭയം പ്രാപിക്കുകയും കാലജ്ഞാനം എന്ന ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. അതിമനോഹരമായ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ചില ക്ഷേത്രങ്ങളുണ്ട്. ചിലത് വാസ്തുവിദ്യാ വൈഭവത്താൽ സമ്പന്നമാണ്, മറ്റുള്ളവ അവ സൃഷ്ടിക്കുന്ന ദിവ്യത്വത്തിലും പ്രകമ്പനത്തിലും സമ്പന്നമാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഇവയെല്ലാം കേടുകൂടാതെയിരിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് യാഗന്തി ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം. ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വൈഷ്ണവ പാരമ്പര്യമനുസരിച്ച് നിർമ്മിച്ച യാഗന്തി ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ കണ്ടു എന്നർത്ഥമുള്ള ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് നെഗന്തി എന്നാണ്. കാലക്രമേണ നാട്ടുകാർ യാഗന്തി എന്ന് വിളിക്കാൻ തുടങ്ങി. ക്ഷേത്രത്തിനു മുന്നിലുള്ള നന്ദിമൂർത്തി വിഗ്രഹം തുടർച്ചയായി അതിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതായി ഭക്തർ വിശ്വസിക്കുന്നു. വിഗ്രഹം ആദ്യം നിലവിലുള്ളതിനേക്കാൾ വളരെ ചെറുതായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഈ വിഗ്രഹത്തിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും വിഗ്രഹം കൊത്തിയെടുത്ത പാറ വളരുന്നതോ വലുതാക്കുന്നതോ ആയ സ്വഭാവമുണ്ടെന്ന് പറയപ്പെടുന്നുവെന്നും അവർ പറയുന്നു. ഓരോ 20 വർഷത്തിലും വിഗ്രഹം 1 ഇഞ്ച് വീതം വളരുന്നുണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ചു. ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കാരണം വികസിക്കുന്ന ഒരു തരം പാറയിലാണ് ഈ വിഗ്രഹം കൊത്തിയെടുത്തിട്ടുള്ളത് എന്നതാണ് ഇതിനു നൽകുന്ന ശാസ്ത്രീയമായ വിശദീകരണം. പണ്ട് ഈ വിഗ്രഹം വളരെ ചെറുതായിരുന്നു. ആളുകൾ ഇതിനു ചുറ്റും പ്രദക്ഷിണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വിഗ്രഹത്തിന്റെ വലുപ്പം കൂടിയതു കാരണം അരികിലുള്ള കൽത്തൂണും വിഗ്രഹവും തമ്മിലുള്ള വിടവ് ഇല്ലാതായതിനാൽ പ്രദക്ഷിണം നടക്കില്ല. മറ്റൊരു തൂൺ ക്ഷേത്ര ജീവനക്കാർ ഇതിനകം നീക്കം ചെയ്തിരുന്നു. കലിയുഗത്തിന്റെ അവസാനമാകുമ്പോൾ ഈ പ്രതിമയ്ക്ക് ജീവൻ വഹിക്കുമെന്നാണ് വിശ്വാസം. അതിമനോഹരമായ ക്ഷേത്രം അതിന്റെ മതപരമായ പ്രാധാന്യം മാത്രമല്ല, അതിശയകരവും അസാധാരണവുമായ നിരവധി സവിശേഷതകൾ ഉള്ളതിനാൽ ഉയർന്ന ഭക്തി അർഹിക്കുന്നു. തുടക്കത്തിൽ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരേയൊരു ക്ഷേത്രമാണ് യാഗന്തി. അവിടെ ശിവലിംഗത്തിന് പകരം ഒരു വിഗ്രഹത്തിന്റെ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു. ഈ ശിവക്ഷേത്രം 5ാം നൂറ്റാണ്ടുകളിൽ വിവിധ പല്ലവ, ചോള ഭരണാധികാരികൾ സംരക്ഷിച്ചുവെങ്കിലും 15ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ സംഘരാജവംശത്തിലെ ഹരിഹരബുക്കരായ ചക്രവർത്തി പൂർത്തിയാക്കി. 15ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രത്തിന് മഹത്തായ സമയമുണ്ടായിരുന്നു. എരമല കുന്നുകൾക്ക് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളായി നിരവധി സന്യാസിമാരുടെ വാസസ്ഥലമായിരുന്ന ക്ഷേത്രത്തിന് ചുറ്റും പ്രകൃതിദത്തമായ നിരവധി ഗുഹകൾ എരമല മലനിരകളിലുണ്ട്. അഗസ്ത്യ ഗുഹ, വെങ്കിടേശ്വര ഗുഹ, വീരബ്രഹ്മം ഗുഹ എന്നിവയാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 3 പ്രശസ്തമായ ഗുഹകൾ. അഗസ്ത്യ മഹർഷി ഇവിടെ ശിവനു വേണ്ടി തപസ്സു ചെയ്തു എന്നാണ് വിശ്വാസം. 120 പടികൾ കയറി വേണം ഗുഹാമുഖത്ത് എത്താൻ. പാർവതി ദേവിയുടെ പ്രതിഷ്ഠ ഇവിടെയാണ്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് വടക്കൻ ദിക്കിൽ നിന്ന് മടങ്ങുമ്പോൾ അഗസ്ത്യ മുനി യാഗന്തിയെ കാണുകയും ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയിൽ മതിപ്പുളവാക്കുകയും ഇവിടെ വെങ്കിടേശ്വര വിഗ്രഹം സ്ഥാപിക്കാൻ ആലോചിക്കുകയും ചെയ്തു. ഒരു ചെറിയ തിരച്ചിലിന് ശേഷം അടുത്തുള്ള ഒരു ഗുഹയിൽ വിഷ്ണുവിന്റെ വിഗ്രഹം കണ്ടെത്താനും മുന്നൊരുക്കങ്ങൾ നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രതിഷ്ഠാസമയത്ത് അഗസ്ത്യ മുനി വിഗ്രഹത്തിന്റെ കാൽവിരലിലെ നഖം തകർന്നതായി ശ്രദ്ധയിൽപ്പെടുകയും പ്രതിഷ്ഠാനം നിർത്തുകയും ചെയ്തു. അഗസ്ത്യ ഋഷി അസ്വസ്ഥനായി. കാരണം അറിയാൻ തപസ്സു ചെയ്തു. ഭഗവാൻ ശിവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഈ സ്ഥലം കൈലാസ പർവ്വതത്തോട് സാമ്യമുള്ളതിനാൽ ഇത് ഒരു ശൈവക്ഷേത്രത്തിന് അനുയോജ്യമാണെന്നും അതിനാലാണ് വിഗ്രഹം സ്ഥാപിക്കാൻ കഴിയാത്തതെന്നും പറഞ്ഞു. അത് കേട്ട് സന്തോഷിച്ച അഗസ്ത്യമുനി ശിവഭഗവാനോട് പറഞ്ഞു. പത്നി പാർവതിയോടൊപ്പം ഭഗവാനെ പ്രാർത്ഥിച്ച എല്ലാവർക്കും അനുഗ്രഹം നൽകി. അവിടെ നിൽക്കാൻ ഭഗവാനോട് ഒരു വരം തേടി. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ പാർവതി ദേവിയോടൊപ്പം ഒറ്റക്കല്ലിൽ സ്വയംഭൂ അർദ്ധനാഗേശ്വരനായി അവതരിച്ചു. ശ്രീകോവിലിലെ സ്വയംഭൂമൂർത്തിയിൽ പരമശിവന്റെയും പാർവതി ദേവിയുടെയും വ്യത്യസ്തമായ രൂപങ്ങൾ കാണുന്നത് അതിശയകരമാണ്. ശിവനെയും പാർവതിയെയും വേർതിരിച്ചറിയാൻ വിഭൂതിയും മഞ്ഞളും പുരട്ടിയിരിക്കുന്നു.
ഈ മഹത്തായ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തികച്ചും ഒരു വൈദ്യുതീകരണാനുഭവമാണ്. കഥയുടെ മറ്റൊരു പതിപ്പ് ചിറ്റേപ്പ എന്ന പേരിൽ ഒരു ശിവഭക്തൻ ജീവിച്ചിരുന്നു. ഭഗവാൻ പുലിയുടെ രൂപത്തിൽ ദർശനം നൽകിയെന്നും അതുകണ്ട് നേഗന്തിനി ശിവനു നേഗന്തിനി എന്ന് അയാൾ അലറി വിളിച്ചെന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട്. എന്നുവച്ചാൽ നേഗന്തിനി ശിവനു നേഗന്തിനി എന്ന വാക്കിനു അർത്ഥം ഞാൻ കണ്ടു ശിവനെ കണ്ടു എന്നാണ്. ഐതിഹ്യങ്ങൾക്ക് സാക്ഷിയായി വെങ്കിടേശ്വര ഗുഹയിൽ ഇപ്പോഴും വെങ്കിടേശ്വരന്റെ നശിപ്പിക്കപ്പെട്ട പ്രതിമയുണ്ട്. വെങ്കിടേശ്വര സ്വാമി തിരുമല മലയിൽ എത്തുന്നതിന് മുമ്പാണ് ഈ വിഗ്രഹം കൊത്തിയെടുത്തതെന്നാണ് വിശ്വാസം. അഗസ്ത്യ ഗുഹയെ അപേക്ഷിച്ച് വെങ്കിടേശ്വര ഗുഹയിൽ കയറാൻ എളുപ്പമാണ്. വീരബ്രഹ്മം ഗുഹയ്ക്ക് ഉയരം വളരെ കുറവാണ്. ഗുഹയിൽ പ്രവേശിക്കാൻ ഒരാൾ കുനിഞ്ഞു പോകേണ്ടതുണ്ട്. വിശുദ്ധ ശ്രീ പൊതുലൂരി വീരബ്രഹ്മേന്ദ്ര സ്വാമികൾ ഈ ഗുഹയിൽ താമസിച്ച് തന്റെ പ്രവചനങ്ങൾ, കാലജ്ഞാനം പ്രവചിച്ചിരുന്നു. വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് തൊട്ടുപിന്നിൽ കുന്നിൻ മുകളിൽ വളരെ കുത്തനെയുള്ളതും ഇടുങ്ങിയതുമായി കാണപ്പെടുന്ന ഒരു വിളക്കുണ്ട്. എല്ലാ വൈകുന്നേരവും ഒരു ആകാശദീപം കത്തിക്കുന്നു. എല്ലാ ദിവസവും ക്ഷേത്രപൂജാരി 4 ലിറ്റർ എണ്ണയും 2 മീറ്റർ കട്ടിയുള്ള തിരിയും ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നു. മലമുകളിലെ തുറസ്സായ അന്തരീക്ഷത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ദീപം തെളിയുന്നു. ഒരു കുന്നിൻ മുകളിൽ ശക്തമായ കാറ്റിന് നടുവിൽ വിളക്ക് എങ്ങനെ കത്തുന്നു എന്നത് അതിശയകരമാണ്. മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ക്ഷേത്രത്തിൽ കാക്കകൾക്ക് പ്രവേശനമില്ല എന്നതാണ്. അഗസ്ത്യമുനി തപസ്സനുഷ്ഠിക്കുമ്പോൾ കാക്കകൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയെന്നും കാക്കകൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ശപിച്ചുവെന്നുമാണ് ഐതിഹ്യം. ഹിന്ദു വിശ്വാസമനുസരിച്ച് കാക്ക ശനിദേവന്റെ വാഹനമായതിനാൽ ശനിക്ക് ഇവിടെ പ്രവേശിക്കാനാവില്ലെന്നും വിശ്വസിക്കുന്നു. പുഷ്കരിണി ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ വസ്തുതയാണ് കുളം എന്നർത്ഥം വരുന്ന പുഷ്കരിണി. ക്ഷേത്രത്തിന്റെ ചുറ്റളവിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കുന്നുകൾക്കുള്ളിലാണ് ജലത്തിന്റെ ഉറവിടം. പിന്നീട് അത് ഭൂമിക്കടിയിലൂടെ ക്ഷേത്രത്തിലെത്തി നന്ദി വിഗ്രഹത്തിന്റെ വായയിലൂടെ ജലം വീണു ക്ഷേത്രത്തിനുള്ളിലെ കുളത്തിൽ ചേരുന്നു. വർഷം മുഴുവനും വെള്ളം ക്ഷേത്രത്തിനുള്ളിലെ കുളത്തിലേക്ക് എങ്ങനെ എത്തുന്നു, നന്ദി വിഗ്രഹത്തിന്റെ വായയിലൂടെ വെള്ളം എങ്ങനെ ഒഴുകുന്നു എന്നത് പ്രദേശവാസികൾക്ക് പോലും ഒരു രഹസ്യമാണ്. ആ കുളത്തിൽ പുണ്യസ്നാനം നടത്തുന്നത് നല്ലതാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശുദ്ധവും മധുരവുമായ വെള്ളത്തിൽ കുളിച്ച ശേഷം അവർ പോയി ശിവന് വഴിപാട് നൽകുന്നു. യാഗന്തി ക്ഷേത്രത്തിന് ചുറ്റും കുറച്ച് ഗുഹകളുണ്ട്. അത് പോയി കാണാവുന്നതാണ്. ഭക്തരുടെ വിശ്വാസത്തെയും ഭക്തിയെയും പ്രതിനിധീകരിക്കുന്നു എന്ന വിശ്വാസമാണ് നന്ദിയുടെ വളർച്ചയ്ക്ക് കാരണം. ശിവനും നന്ദിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് ഈ പ്രതിമ. യാഗന്തി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ. യാഗന്തി ക്ഷേത്രത്തിലെ പ്രധാനമായ ഉത്സവം മഹാശിവരാത്രിയാണ്. ഈ മഹത്തായ ഉത്സവം സാധാരണയായി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിൽ വരുന്നു. കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തുനിന്നും പോലും ഭക്തരുടെയും തീർത്ഥാടകരുടെയും ഒരു വലിയ സമ്മേളനത്തെ ആകർഷിക്കുന്നു. മഹാശിവരാത്രി ക്ഷേത്രത്തിന്റെ ആധ്യാത്മികമായും ഊർജ്ജസ്വലമായും ഭക്തിയും തീക്ഷ്ണതയും കൊണ്ട് അന്തരീക്ഷം നിറക്കുകയും ചെയ്യുന്ന ഒരു ആചാരപരമായ ആഘോഷമാണ്. ക്ഷേത്ര സമയക്രമം. യാഗന്തി ക്ഷേത്രം ഭക്തർക്കും സന്ദർശകർക്കും വേണ്ടി രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 8 മണി വരെയും തുറന്നിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ പ്രകൃതിരമണീയമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന യാഗന്തി ക്ഷേത്രത്തിലേക്ക് വിവിധ ഗതാഗത മാർഗങ്ങളിലൂടെ എത്തിച്ചേരാനാകും. വായുമാർഗം. ഏകദേശം 14 കിലോമീറ്റർ അകലെയുള്ള ബനഗനിപ്പള്ളി എയർപോർട്ടാണ് യാഗന്തിക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. കൂടുതൽ ദൂരെ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ബംഗളൂരുവിലെ കെമ്പഗൌഡ് അന്താരാഷ്ട്ര വിമാനത്താവളവും ഒരു ഓപ്ഷനാണ്. തീവണ്ടിയില്. യാഗന്തിയിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയുള്ള ബനഗനിപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളുമായി നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്ന നന്ദ്യാൽ റെയിൽവേ സ്റ്റേഷനാണ് മറ്റൊരു സൗകര്യപ്രദമായ ഓപ്ഷൻ. റോഡ് വഴി യാഗന്തിയിലേക്ക് റോഡ് മാർഗം എത്തിച്ചേരാം. ആന്ധ്രാപ്രദേശിലെ പ്രധാന നഗരങ്ങളുമായി നല്ല ബന്ധമുണ്ട്. നന്ദ്യാൽ, കുർണൂൽ, ബനഗാനിപ്പള്ളി തുടങ്ങിയ സമീപ നഗരങ്ങളിൽ നിന്ന് ബസ്സിലോ ടാക്സിയിലോ യാത്രക്കാർക്ക് യാഗന്തിയിൽ എത്തിച്ചേരാം.